ബിഷപ്പുമാർക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ സിപിഎം നേതൃത്വത്തിന് അതൃപ്തി. അത്തരമൊരു പ്രസ്താവന സജി ചെറിയാൻ നടത്താൻ പാടില്ലായിരുന്നുവെന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിന്. മന്ത്രിയുടെ പ്രസ്താവന പാർട്ടി പരിശോധിക്കും. ബിഷപ്പുമാരുടെ പരാതി പരിഹരിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. സജി ചെറിയാന്റെ വാവിട്ട പരാമർശം ഒരിക്കൽ കൂടി സിപിഎമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. സജി ചെറിയാന്റെ ബിഷപ്പുമാർക്കെതിരെയുള്ള പ്രസ്താവന അനുചിതവും അനവസരത്തിലുള്ളതും ആണ് എന്ന നിലപാടിലാണ് സിപിഎം നേതൃത്വമുള്ളത്. ഒഴിവാക്കേണ്ട പ്രസ്താവനയായിരുന്നു. അത് തിരുത്താൻ സജി ചെറിയാനോട് സിപിഎം നിർബന്ധിക്കുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ ആ പ്രസ്താവന സിപിഎം ചർച്ച ചെയ്യും. ആ സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കുന്ന നിർദ്ദേശം സജി ചെറിയാൻ നൽകുകയും ചെയ്യും. ബിഷപ്പുമാർ അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യം ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. നമ്മളിപ്പോൾ ഓരോരാളും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഓരോ പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളെല്ലാം പർവ്വതീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും. ഇനി കേരളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി പറയും, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയും, അല്ലെങ്കിൽ അവിടെ PB പറയും. അത്രയേ ഉള്ളൂ. ഇതിനൊരു രാഷ്ട്രീയമുണ്ട്. സ്വാഭാവികമായും ഏറ്റവും അധികം ഈ ഇത്തരം പ്രസ്താവനകൾ സിപിഎം മന്ത്രിമാർ നടത്തിയാലും CPM നേതാക്കൾ നടത്തിയാലും അത് ആദ്യം ബാധിക്കുക, ആദ്യം തിരിച്ചടി ഉണ്ടാക്കുക കേരള കോൺഗ്രസ് എമ്മിനാണ്. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഇടതുമുന്നണിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ മേഖലയുമായി സമൂഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കേരള കോൺഗ്രസ് എം ആണ്. സ്വാഭാവികമായും അവരാണ് ഇതിൻ്റെ ഏറ്റവും അധികം സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരിക. സജി ചെറിയാന്റെ പ്രസ്താവന വന്നത് മുതൽ കോൺഗ്രസ് നേതാക്കളും കേരള കോൺഗ്രസ് UDF-നൊപ്പമുള്ള കേരള കോൺഗ്രസ് വിഭാഗവുമൊക്കെ കേരള കോൺഗ്രസ് എം മറുപടി പറയണമെന്ന നിലപാടാണ് ആവർത്തിച്ച് പറയുന്നത്, ശക്തമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധത്തിലാക്കുന്നു. അല്ലെങ്കിൽ തന്നെ കേരള കോൺഗ്രസ് എം പലപ്പോഴും ഇടതുമുന്നണിയിൽ ഒറ്റപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്ക് മുൻനിർത്തം വേണ്ട പ്രാധാന്യം നൽകുന്ന വിമർശനം ശക്തമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ബിഷപ്പുമാർക്കെതിരെയുള്ള മന്ത്രി സജി ചെറിയാന്റെ അപകീർത്തി പരാമർശവും. സ്വാഭാവികമായും അതും കേരള കോൺഗ്രസ് എമ്മിനെ വലിയ രീതിയിൽ മോശമാക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ സാധ്യതകളെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി നേതൃത്വം പെട്ടെന്ന് ഈ വിഷയത്തിലൊരു പരിഹാര നീക്കവുമായി രംഗത്തിറങ്ങുന്നത്. സജി ചെറിയാന്റെ പ്രസ്താവന CPM നേതൃത്വം തള്ളിപ്പറഞ്ഞു. എം വി ഗോവിന്ദന്റെ വാക്കുകൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. പാർട്ടി നിലപാട് പറയേണ്ടത് താനാണ്, ദേശീയ തലത്തിലാണെങ്കിൽ അത് യെച്ചൂരിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സജി ചെറിയാൻ പറഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് എം വി ഗോവിന്ദൻ. ഇനിയും അതുകൊണ്ട് പ്രശ്നം അവസാനിക്കണമെന്നില്ല. സജി ചെറിയാൻ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കണമെന്ന ആവശ്യം വിവിധ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ പരസ്യമായി തന്നെ ഉയർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് ഇനിയും സ്വീകരിക്കേണ്ടി വരും CPM-ന്. സജി ചെറിയാൻ തിരുത്തി പറയുകയോ അല്ലെങ്കിൽ സജി ചെറിയാന്റെ പ്രസ്താവന പാടില്ല എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പരസ്യമായി പറയേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈസ്തവ സമുദായത്തെ ആ രീതിയിൽ വെറുപ്പിച്ചുകൊണ്ട് പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാനത്ത് ഇടതുമുന്നണി കഴിയില്ല. മാത്രമല്ല BJP ക്രൈസ്തവ സമുദായവുമായി വലിയ രീതിയിൽ അടുക്കാൻ ശ്രമിക്കുന്നു. അതും ഈ സാഹചര്യത്തിൽ CPM വളരെ ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സജി ചെറിയാന്റെ പ്രസ്താവനയിൽ ഇപ്പോഴത്തെ പരോക്ഷ തള്ളിപ്പറച്ചിലിന് അപ്പുറത്തേക്ക് കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ, ആ പ്രസ്താവന പിൻവലിക്കാൻ CPM നേതൃത്വം മുൻകൈയെടുക്കാൻ തന്നെയാണ് സാധ്യത. സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് കത്തോലിക്ക സഭ. മന്ത്രി തിരുത്തും വരെ സർക്കാരുമായി സഹകരിക്കില്ലെന്ന് KCBC പറഞ്ഞു. സജി ചെറിയാന്റെ പ്രസ്താവന സർക്കാർ നിലപാടല്ലെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. ഇതിനിടെ മന്ത്രിക്കെതിരെ കടുത്ത നിലപാടുകളുമായി പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തി. KCBC-യും ദീപികയും എല്ലാം നിലപാട് വ്യക്തമാക്കുന്നതിന് പിന്നാലെയാണ് ഒരുപക്ഷെ കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ ഏറ്റവും പ്രമുഖ മുഖം തന്നെയായിട്ടുള്ള കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഈ നിലപാടിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടത്. അദ്ദേഹം സജി ചെറിയാന്റെ നിലപാടിനെ അതിരൂക്ഷമായാണ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ, KCBC-യുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുന്നതുവരെ സർക്കാരുമായിട്ടുള്ള മറ്റ് പരിപാടികളിലെ ഗുണപരമായ പൊതുസമീപനത്തിൽ ഞങ്ങൾ വിട്ടുനിൽക്കും.
ദീപികയും ഇന്ന് മുഖപ്രസംഗം എഴുതിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ സജി ചെറിയാനെതിരെയും മുൻ മന്ത്രി കൂടിയായ KT ജലീലിനെതിരെയും ദീപിക ഈ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. സജി ചെറിയാന്റെ വിടുവായുത്തം തിരുത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നില്ല. സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രി എന്തും വിളിച്ചു പറയുകയാണ്. ഇതിന് ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രി തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് എന്നും ദീപിക മുഖപ്രസംഗം വിമർശിക്കുന്നു. എന്തായാലും ഇത്തരം വിമർശനങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതിനെ തള്ളിപ്പറയാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിൻ തയ്യാറായത്. ഏതാണ്ട് സമാനമായ പ്രതികരണവുമായി മന്ത്രി VN വാസവനും രംഗത്ത് വന്നു. സജി ചെറിയാനെന്നുള്ളത് മാത്രമല്ല, ആര് പറഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ കണ്ടു, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ കാര്യം. അതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും കാര്യമില്ല. ഇപ്പോൾ രാവിലെ ഇവന് അഭിപ്രായം പറയണം, എന്താണ് എന്റെ സ്ഥിതി എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കണ്ടില്ല. ഭരണപക്ഷത്ത് നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴും കേന്ദ്രമന്ത്രി V മുരളീധരൻ സജി ചെറിയാനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു. BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന നിലയിൽ മുരളീധരന്റെ പ്രസ്താവനയും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. സംസ്കാരമില്ലാത്ത മന്ത്രിയാണ് സജി ചെറിയാൻ എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. കേരളത്തിലെ ഏറ്റവും സംസ്കാരമില്ലാത്തയാളാണ് സാംസ്കാരിക മന്ത്രി എന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പൊതു നയത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മധ്യ കേരളത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു പരാമർശം എന്ന നിലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഇതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നു. മോൻസ് ജോസഫാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഈ സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടു. മാത്രവുമല്ല, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇക്കാര്യത്തിൽ പ്രതിസന്ധിയിലാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ ജോസ് വിഭാഗം ഇതിനെതിരെ പ്രതികരിക്കണം എന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ നടത്തിയിരിക്കുന്ന മന്ത്രി എന്ന സ്ഥാനത്തിന് ചേരാത്ത വിധത്തിലും അതിനെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലും അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹം എത്രയും പെട്ടെന്ന് അത് പരസ്യമായി പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ സജി ചെറിയാൻ തയ്യാറാണ്. എന്തായാലും മധ്യ കേരളത്തിൽ വലിയ ക്രൈസ്തവ സഭാ മേഖലകളിലൊക്കെ കടുത്ത പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലിമീസ് ബാവ തന്നെ, കർദിനാൾ തന്നെ ഇതിൽ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. സർക്കാരുമായി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായൊക്കെ വളരെ അടുപ്പം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. പല സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം വലിയ രീതിയിൽ സഹകരിക്കുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം തന്നെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നത് വളരെ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സജി ചെറിയാന്റെ പ്രസ്താവന ഫലത്തിൽ LDFനെ മൊത്തത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ പ്രത്യേകിച്ചും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം.